നമസ്കാരം. അങ്ങനെ ഹമാസും അംഗീകരിച്ചിരിക്കുന്നു. അബു ഉബൈദ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏറെ നാളായി ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഹമാസ്. അൽ-ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹമാസ് ഒടുവിൽ രംഗത്തെത്തി. ഓഗസ്റ്റിൽ നടന്ന ആക്രമണത്തിലാണ് അബു ഉബൈദ കൊല്ലപ്പെട്ടത്. ഗസ തലവൻ മുഹമ്മദ് സിൻവാർ ഉൾപ്പെടെ ഉള്ളവരുടെ മരണവും ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ നേരത്തെ ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നതാണ്. മുഖം മറച്ച് പ്രത്യക്ഷപ്പെട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് അബു ഉബൈദ. ഹമാസിന്റെ പ്രതിരോധത്തിന്റെ മുഖമായി അബു ഉബൈദ മാറിയിരുന്നു. 2025 ഓഗസ്റ്റ് 31 ഇത്തരത്തിൽ ഗസ സിറ്റിയിൽ നടന്ന വ്യോമാക്രമണത്തിൽ അബു ഉബൈദ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് കുറ്റമറ്റ വധശിക്ഷ നടത്തിയതിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഇസ്രായേൽ പ്രതിരോധ സേനയെയും ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനെയും പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസ് ഇപ്പോഴാണ് അബു ഉബൈദയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2002 അബു ഉബൈദ ഔദ്യോഗികമായി ഹമാസിന്റെ ഭാഗമാകുന്നത്. അൽ-ഖസാം ബ്രിഗേഡിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥനായി നിയോഗിച്ചിരുന്നു അദ്ദേഹത്തെ. 2005 ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയ ശേഷം ഗസ്ഡം ബ്രിഗേഡിന്റെ വക്താവായി. അന്നു മുതൽ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ കോളങ്ങളിൽ അബു ഉബൈദയുണ്ട്. ഇയാളെ വകവരുത്താൻ ജബലിയയിലെ വീടിന് നേരെ ഇസ്രായേൽ സേന ബോംബാക്രമണം നടത്തിയിരുന്നു. 4 തവണയും ഇത്തരത്തിലുള്ള ബോംബാക്രമണം ഉണ്ടായി. 2008, 2012, 2014, 2023 വർഷങ്ങളിൽ 4 തവണയും ഇയാൾ രക്ഷപ്പെട്ട അവസ്ഥയായിരുന്നു. 2006 ജൂൺ 5 അൽ-ഖസാം വക്താവായി അബു ഉബൈദ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. 18 വർഷമായി അത് തുടരുകയും ചെയ്തു. ഫലസ്തീനിലെ റെസിസ്റ്റൻസ് ന്യൂസ് നെറ്റ്വർക്കാണ് ചിത്രം പുറത്തുവിട്ടത്. ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഹമാസിന്റെ ഏറ്റവും ശക്തമായ ശബ്ദമായി നിലയുറപ്പിച്ചിരുന്ന അബു ഉബൈദയിലൂടെയാണ് യുദ്ധഭൂമിയിലെ പുതിയ വിവരങ്ങൾ, ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനങ്ങൾ, ഇസ്രായേലി ഫലസ്തീൻ തടവുകാരെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള പല നിർണായക സന്ദേശങ്ങളും പുറത്തു വന്നത്. പട്ടാള യൂണിഫോമിൽ കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയ ധരിച്ചുകൊണ്ട് മുഖം മറച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി സംവദിച്ചിരുന്നത്. എന്തായാലും ഗസയിലെ ഇസ്രായേൽ നാശനഷ്ടത്തിന്റെയും ഹമാസ് പ്രതിരോധത്തിന്റെയും വിശദാംശങ്ങൾക്കായി ഓരോ ഫലസ്തീനിയും അബു ഉബൈദയ്ക്കായി കാതു കൂർപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 29 അബു ഉബൈദയുടെ അവസാന വീഡിയോ പുറത്തു വന്നത്. അതേസമയം ഗസ മുനമ്പ് കൈവശപ്പെടുത്താനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഏതൊരു ശ്രമവും അതിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് തിരിച്ചടിയാകുമെന്ന് വീഡിയോ സന്ദേശത്തിൽ അബു ഉബൈദ പറഞ്ഞിരുന്നു. എന്തായാലും ഗസയിൽ സമാധാനത്തിന് ഹമാസ് ആയുധം വെടിയണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുകയുണ്ടായി. ഗസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം എത്രയും വേഗം ആരംഭിക്കണമെന്നും എന്നാൽ അതിനു മുന്നോടിയായി ഹമാസ് ആയുധം വെടിയണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഹമാസിന്റെ നിരായുധീകരണം, ഗസ പുനർനിർമ്മാണം, അതുപോലെ തന്നെ ഗസയിലെ യുദ്ധാനന്തര ഭരണം സ്ഥാപിക്കൽ എന്നിവയിലാണ് സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്.